ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം അതേ റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഒരു അറ്റംപ്റ്റ് നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, റിഫ്ലെക്ട്സ് ഓൺ ദ ബ്രേക്കപ്പ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻസ്. അതുപോലെ തന്നെ ഐഡന്റിഫൈ ദ റീസൺസ് ഫോർ ദ ബ്രേക്കപ്പ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ആദ്യഘട്ടം എന്ന രീതിയിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുന്നു അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു റീസൺ ഉണ്ടായിരിക്കും. അപ്പൊ ആ റീസൺ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിൽ ഒരു പക്ഷെ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തായിരിക്കാം മിസ്റ്റേക്ക്. രണ്ടാണെങ്കിലും അതൊന്ന് റീവൈൻഡ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുക എന്നുള്ളതാണ്. സ്വയം കൊടുക്കുക, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും കൊടുക്കുക. ഇനി പലപ്പോഴും ഇവിടെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ബ്രേക്കപ്പിന്റെ റീസൺ എന്താണ് എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ബ്ലെയിം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്ന രീതിയിലായിരിക്കും തിങ്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലെയിം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം നിങ്ങളുടെ ഭാഗത്താണ് ആ ഒരു ആക്ഷൻ ഉണ്ടായത് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കുക. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ബ്രേക്കപ്പ് ആയതിന്റെ റീസൺ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പകരം അവരോട് സംസാരിക്കാനും അവരെ പ്രഷർ ചെയ്യാനും അവരെ ചേസ് ചെയ്യാനുമാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ പറ്റില്ല. സോ ആദ്യം എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊന്ന് സ്വയം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അവരുടെ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. പല ആളുകളും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി എന്ന് കേൾക്കുമ്പോഴേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ചേസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. നിരന്തരം കോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് അവർക്കൊരു പ്രഷർ കൊടുക്കും. ഒരു ഹെഡ് ഏക്ക് ആയി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്, ഇങ്ങനെ നിരന്തരമായിട്ട് അവരെ പ്രഷർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അവർക്ക് ആ ഒരു ടൈം അലോ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ പേഴ്സണൽ സ്പേസ് ഒന്നും ബ്രേക്ക് ചെയ്യാതിരിക്കുക. സോ അവർക്കാണെങ്കിലും എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനും നിങ്ങളെ മിസ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് ഇവിടെ അവർക്ക് കിട്ടുന്നത്. എന്നാൽ നിങ്ങൾ അവർക്കൊരു തലവേദനയായി മാറുകയാണെങ്കിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു കാരണവും അവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ടൈം അലോ ചെയ്യുക, അവർക്ക് സ്വയം ഹീൽ ചെയ്യാനുള്ള ഒരു ടൈം അലോ ചെയ്യുക. ഇതാണ് രണ്ടാമതായിട്ട് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം. മൂന്നാമത്തെ കാര്യം, വർക്ക് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിൽ, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ടൈം ഇതാണ്. കാരണം നിങ്ങളിലേക്ക് എന്തുകൊണ്ട് തിരികെ വരണം എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അതിനുള്ള റീസൺ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അതെപ്പോഴും നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അവർക്ക് കൂടി മനസ്സിലാകുമ്പോഴാണ് അവർക്കത് ചോദിക്കാതെ തന്നെ ഒരു ആൻസർ കിട്ടുക. ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും. ഇനി നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് എന്ന് തന്നെ വിചാരിക്കുക. എന്നിരുന്നാലും നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ട്. ചിലപ്പോൾ അതൊരു ബിഹേവിയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞൊരു വാക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പൊ അത് ഇനി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു 100 തവണ ആവർത്തിച്ച് പറയുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ആ ഒരു കാര്യം നിങ്ങൾ ആക്ച്വലി മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്, ആ ഒരു ബിഹേവിയർ മാറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യം മാറ്റിക്കൊണ്ട് നിങ്ങൾ ഒരുപാട് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ആക്ഷൻസിലൂടെ നിങ്ങൾക്കത് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. സോ ഈ ഒരു സമയം നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. അതുപോലെ തന്നെ സെൽഫ് ഇംപ്രൂവ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി ഓരോ ആക്ഷൻ എടുക്കുന്ന സമയത്ത് മാക്സിമം സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ കൂടി ശ്രമിക്കണം ഈ ഒരു സമയം. കാരണം എപ്പോഴും നിങ്ങൾക്കൊരു ലോസ് പറ്റി അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷമം എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എനർജി ഡൗൺ ആകും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഏറ്റവും നന്നായിട്ട് നമുക്ക് നമ്മളെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം നമ്മുടെ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്ത് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അതിനൊരു സപ്പോർട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഫൈനലി, റീ എസ്റ്റാബ്ലിഷ് കോൺടാക്ട്. ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് നിങ്ങൾ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അതൊരു കോൾ ആയിക്കൊള്ളട്ടെ, മെസ്സേജ് ആയിക്കൊള്ളട്ടെ, ഏത് രീതിയിലാണെങ്കിലും അവരുമായിട്ട് ഒരു റീകണക്ഷൻ വരുന്ന സമയത്ത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേൾക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാണ്, എല്ലാം അവനവന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നായിരിക്കും പറയുക. അപ്പൊ അതിന് പകരം അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ ഫീലിങ്സ് എന്തായിരുന്നു എന്നുള്ളത് കൂടി ലിസൺ ചെയ്യാം. കൃത്യമായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ലിസൺ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം പാസ്റ്റിലുണ്ടായ ഒരു കാര്യം ഇറ്റ്സ് പാസ്റ്റ്, അത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പഴയ സ്റ്റേജിലോട്ട് തന്നെ പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് വാട്ട് ഇസ് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യാം, ഇനി എങ്ങനെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവാം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. സോ ഈ 4 കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ബ്രേക്കപ്പ് ആയ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് മാസമേ ആയിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് അവരോട് ഒരു സത്യസന്ധമായിട്ടുള്ള പ്രണയം ഉണ്ട്, അതേ റിലേഷൻഷിപ്പ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.